ബംഗ്ലാദേശിൽ വലിയ സംഭവവാസമാണ് ഉണ്ടായിരിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. അത് അവിടുത്തെ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ജൂലൈയിൽ ആരംഭിച്ചതാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായിരുന്നു. വിദ്യാർത്ഥികൾ സംവരണ വിരുദ്ധ പ്രക്ഷോഭം തുടങ്ങി അത് ആളിക്കത്തുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അത് 300 പേര് കൊല്ലപ്പെടുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് 100ഓളം പേരാണ്. ഇപ്പോൾ ഇതത് 300 കവിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ കൂടി കണക്കിലെടുക്കുമ്പോൾ എന്തായാലും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ ഇരച്ചു കയറുകയായിരുന്നു. അവസാനം ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സഹോദരിയും രക്ഷപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവർ ഇന്ത്യയിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിയെന്ന് പറയുന്നുണ്ട്. ലണ്ടനിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവരെവിടെയാണ് അവസാനം എത്താൻ പോകുന്നത് എന്ന് സംബന്ധിച്ചുള്ള ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്. ഇന്ത്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടെയാണ് ഇതിനെ കാണുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ വലിയൊരു പിന്തുണ ഷെയ്ഖ് ഹസീനയ്ക്ക് ഉണ്ടായിരുന്നു. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായിട്ടുള്ള ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ മകളാണ്. 4ാം തവണയാണ് പ്രധാനമന്ത്രിയാവുന്നത്. ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ബന്ധുവായിരുന്നു. ഒരുപക്ഷെ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ മോചിപ്പിച്ചൊരു പുതിയ രാഷ്ട്രമുണ്ടാക്കുന്നതിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നത് ഷെയ്ഖ് മുജീബ് റഹ്മാനുമായിട്ടാണ്. മുക്തിവാഹിനി ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ അറിയാം. 1971 ഡിസംബർ 3 മുതൽ ഡിസംബർ 13 വരെ നടന്ന വലിയ ഒരു യുദ്ധത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ച് ബംഗ്ലാദേശ് മോചിതമാക്കിയത്. അതിനുശേഷം നടക്കുന്ന ഏറ്റവും വലിയ കലാപമാണ്, ഏറ്റവും വലിയ രക്തരൂക്ഷിതമായ പ്രക്ഷോഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവർ രാജിവെക്കില്ലെന്നാണ് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അടിച്ചമർത്തും ഈ പ്രക്ഷോഭത്തെ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ജനം കയറുകയും പോലീസ് വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തതോടെ അവർക്ക് നിൽക്കക്കള്ളിയില്ലെന്നായി. അവർക്ക് ബംഗ്ലാദേശി സൈന്യത്തിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. പ്രക്ഷോഭകാരികൾക്ക് സൈന്യത്തിൻ്റെ ഉണ്ടെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇതുപോലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ജനം ഇരച്ചു കയറുന്ന അവസ്ഥയുണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ സൈന്യത്തിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ട ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാനിലും സമാനമായ സാഹചര്യം ബംഗ്ലാദേശിലും ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാനിലും ഇതുപോലെ തന്നെ ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കുന്ന ഒരു രീതി പാക് സൈന്യത്തിനുണ്ട്. അപ്പോൾ ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ ഒരു സൈന്യത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. എന്തായാലും നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള മുഹമ്മദ് യൂനിസ് പ്രൊഫസർ, അദ്ദേഹം ഗ്രാമീൺ ബാങ്കിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ നിലപാട് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇന്ത്യ പറഞ്ഞത് ഇത് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യമാണ്, ഇന്ത്യ ഇടപെടില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യ അങ്ങനെ പറഞ്ഞത്? ഇന്ത്യ ഞങ്ങളുടെ സഹോദരനാണ്. അവരെ ഒരു പ്രശ്നം വരുമ്പോൾ, സഹോദരൻ്റെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടപെടില്ലേ? അവിടെ തീ കത്തുമ്പോൾ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ ഒരു നയതന്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് മാറി നിൽക്കുന്നു? ഒരുപക്ഷെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസ് അങ്ങനെ പ്രതികരണം നടത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ ഇത് ആകാംക്ഷയോടെയാണ് ഇന്ത്യ കാണുന്നത്. കാരണം അവിടെ ചൈന കടന്നുപറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ചൈനയുമായിട്ട് ഒരുപാട് പുതിയ വികസന പദ്ധതികൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ചൈനയുടെ കരങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു എന്താ പറയുക, നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കം കൂടി ഇതിൻ്റെ പിറകെ ഉണ്ടാവാം. എന്തായാലും സൈന്യത്തിൻ്റെ തലവൻ അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത്. എന്തായാലും അവസാനമായിട്ട് അവരെവിടെയാണ് ഹസീന എത്താൻ പോകുന്നത്? ഇന്ത്യയിലാണോ, അത് ലണ്ടനിലേക്കാണോ, മറ്റേതെങ്കിലും രാജ്യത്തേക്കാണോ എന്നുള്ളത് ഇനിയും വ്യക്തമാവേണ്ടതുണ്ട്.